ഇവിടെ ഒരു ടീച്ചർ ക്ലാസ്സിലെ എക്സാമിൽ ഒന്നാം സ്ഥാനം വാങ്ങിയ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നപ്പോൾ രണ്ട് കുട്ടികൾക്ക് ഒരേ മാർക്കായത് കാരണം ടീച്ചർ അവരോട് അത് ഷെയർ ചെയ്യാൻ പറയുന്നു. എന്നാൽ രണ്ടാമത്തെ പയ്യൻ സ്കൂളിൽ കഴിഞ്ഞ് ദേഷ്യത്തോടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ട് സന്തോഷ് എന്ന പയ്യൻ ഓടി വന്ന് ടീച്ചർ ഇതിന്റെ പകുതി നിനക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഷെയർ ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ രണ്ടാമത്തെ പയ്യനാണെങ്കിൽ സന്തോഷിനോട് എനിക്ക് മിഠായി ഒന്നും വേണ്ട, അടുത്ത എക്സാമിൽ നമ്മളിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെന്നപ്പോൾ സന്തോഷാണെങ്കിൽ അമ്മ പാകം ചെയ്യുന്ന നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് TV എല്ലാം കണ്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നു. എന്നാൽ രണ്ടാമത്തെ പയ്യനാണെങ്കിൽ വീട്ടിലേക്ക് എത്തിയ ഉടനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ആരംഭിച്ച് അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ വരെ അത് കഴിക്കാതെ PT ക്ലാസ്സിൽ വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമിന്റെ അന്ന് അമ്പലത്തിലേക്ക് ചെന്ന് താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് പ്രാർത്ഥിച്ച് അവൻ കോൺഫിഡന്റ് ആയി എക്സാം എഴുതാൻ ആരംഭിക്കുന്നു. സന്തോഷ് എന്ന പയ്യൻ എപ്പോഴെല്ലാം അഡീഷണൽ ഷീറ്റ് വാങ്ങുന്നോ ആ രണ്ടാമത്തെ പയ്യനും ഇത് കണ്ട് അഡീഷണൽ ഷീറ്റ് ചോദിച്ച് വാങ്ങിച്ച് അവർ മത്സരിച്ച് എക്സാം എഴുതി തീർക്കുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഇത്തവണ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കുറച്ചു സമയം പഠിച്ച് ഒരുപാട് സമയം കളിച്ചു നടന്ന സന്തോഷ് തന്നെയാണ്.